നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. താന്യം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ കിഴക്കുമുറി 35-ാം നമ്പർ കളിവീട് അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി. MLAയുടെ 2021-22 വർഷത്തെ പ്രത്യേക ആസ്തി വികസന ഫണ്ട് വകയിരുത്തി 15 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, മുൻ നാട്ടിക നിയോജക മണ്ഡലം MLA ഗീതാ ഗോപി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഷ്ണു TC റിപ്പോർട്ട് അവതരിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഹന പ്രജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സീന അനിൽകുമാർ, മായ TB, വാർഡ് അംഗങ്ങളായ ആൻഡോ തൊറയൻ, മീന സുനിൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അമ്പിളി, അംഗനവാടി വർക്കർ പൂർണേശ്വരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, പഞ്ചായത്ത് സെക്രട്ടറി VH ഹബീബ് എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജരും ചരിത്രകാരനുമായ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷമായ നവതിക 2024 ഈ മാസം 15-ന് സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വ്യാഴാഴ്ച രാവിലെ 10:30-ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ ഗോപിനാഥൻ വന്നേരി അധ്യക്ഷത വഹിക്കും. ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ ആമുഖ പ്രസംഗം നടത്തും. വേലായുധൻ പണിക്കശ്ശേരിയെ ഗവർണറും വിശിഷ്ട വ്യക്തികളും ആദരിക്കും. കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KS രാധാകൃഷ്ണൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൾ സലാം RSS സംസ്ഥാന കാര്യവാഹ് PN ഈശ്വരൻ, സ്കൂൾ പ്രിൻസിപ്പൽ TR വിജയം എന്നിവർ സംസാരിക്കും. വേലായുധൻ പണിക്കശ്ശേരിയുടെ 65-ാമത് പുസ്തകമായ സിന്ധു നദീതട സംസ്കാരവും പ്രാചീന ഭാരതത്തിലെ സർവകലാശാലകളും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും. KS രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങും. ഉച്ചതിരിഞ്ഞ് 3-ന് സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ 29ാമത് വാർഷികമായ നവരോജ് 2024-ന്റെയും സ്കൂൾ പ്രിൻസിപ്പൽ TR വിജയൻ ടീച്ചറുടെ യാത്രയയപ്പ് ചടങ്ങിന്റെയും ഉദ്ഘാടനം നടത്തും. ജനൻ TV കറന്റ് അഫയേഴ്സ് ആൻഡ് ന്യൂസ് പ്രോഗ്രാം മേധാവി അനിൽ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്യും. വേലായുധൻ പണിക്കശ്ശേരി അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് ഡോക്ടർ P കൃഷ്ണദാസ്, P ഗോപാലൻകുട്ടി മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. വൈസ് പ്രിൻസിപ്പൽ C ബിന്ദു ആമുഖം പറയും. TR വിജയൻ ടീച്ചർ മറുപടി പറയും. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് നടക്കും. ഒരേ സമയം ഒരേ വേദിയിൽ 150-ൽ പരം വിദ്യാർത്ഥികൾ ഒരുമിച്ച് വിസ്മയ കാഴ്ചയൊരുക്കും. നവതികയുടെ ഭാഗമായി വേലായുധൻ പണിക്കശ്ശേരി രചിച്ച പുസ്തകങ്ങളുടെയും അവാർഡുകളുടെയും പ്രദർശനമായ ചരിത്ര സരണി ഫെബ്രുവരി 13-ന് രാവിലെ 10-ന് അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിക്കും. തുടർന്ന് രാവിലെ 11:30-ന് തൃപ്രയാർ കളിമണ്ഡലം ഗുരുദേവ മഹാത്മ്യം കഥകളിയും അവതരിപ്പിക്കും. ഔവർ ഫാമിലി വെൽഫെയർ അസോസിയേഷൻ വലപ്പാടിന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. തൃപ്രയാർ TSGS സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങ് സാഹിത്യകാരി ഡോക്ടർ ഖദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്തു. ആ ഒരു ചരിത്രം നമ്മുടെ തന്നെ മാഗസിനിൽ അദ്ദേഹം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. കുറേ ലക്കങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, പൂർണ്ണമായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അത് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് പുസ്തകമാക്കിയിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. പുസ്തകമാക്കേണ്ടതാണ് എന്നുകൂടി ഞാൻ പറയുകയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ അതൊരു കുടുംബത്തിൻ്റെ ഒരു വ്യാജ അഭിമാനത്തിൻ്റെ കാര്യം മാത്രമല്ല. ഇന്ന് ഈ ചരിത്രങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. കാരണം എനിക്ക് തോന്നുന്നു അതിലൊരിടത്ത് ഞാൻ വായിച്ചത് ടിപ്പു സുൽത്താനെ പറ്റിയൊക്കെ വായിച്ചത് ഓർമ്മയുണ്ട്. ടിപ്പു സുൽത്താൻ്റെ ഒരു കാലം, അതായത് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ഏകദേശം ആ സമയത്തൊക്കെയാണ് ഈ ഒരു പ്രയാണം അല്ലെങ്കിൽ ഈ ഒരു വരവ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ടിപ്പു സുൽത്താനെയൊക്കെ ഇന്ന് വളരെയധികം വക്രീകരിച്ച് ഒക്കെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്നൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നതും കൂടി പ്രധാനമാണ്. പ്രസിഡന്റ് CA ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബാംഗങ്ങളായ ഇക്കോവാസിന്റെ ട്രേഡ് കമ്മീഷണറായി നിയമിതനായ CP സാലിഹിനെയും കവയത്രി നൂർജഹാൻ ബഷീറിനെയും സ്റ്റാർ സിംഗർ ഫെയിം തൻവീർ മിർസയെയും ആദരിച്ചു. ഷെരീഫ് പാണ്ടികശാല, ലീന നജീബ്, PM ഷെരീഫ് അലി, റിട്ടയർഡ് SP PC മുഹാജിർ, ബാബു സിയാവുദ്ദീൻ, താരിഖ് അബ്ദുൾ റഹ്മാൻ, PA നജീബ്, ഹലീമ സെയ്ദ് മുഹമ്മദ്, മൊഹ്സിൻ പാണ്ടികശാല എന്നിവർ സംസാരിച്ചു. വരണാധികാരി അഡ്വക്കേറ്റ് അഹമ്മദ് ഹാഷിമിന്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
പരിപാടികൾക്ക് മുഹമ്മദ് സിദ്ദീഖ്, മൂസ വലിയപുരയിൽ, പി എ മുബാറക്, സീനത്ത് മൊയ്തീൻ, റാഹില ഷെരീഫ്, ഷീബ മൊഹ്സിൻ, ഷാനിമ ഷൈൻ എന്നിവർ നേതൃത്വം നൽകി. കഴിമ്പ്രം പാലപ്പെട്ടി ബീച്ച് സൗഹൃദ സഹായ സമിതി വാർഷിക പൊതുയോഗം നടന്നു. സമിതി രക്ഷാധികാരി സോമൻ കോഴിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സമിതി സെക്രട്ടറി കെ വി കുട്ടൻ പച്ചക്കറി തൈ വിതരണം ഉദ്ഘാടനം നടത്തി. സമിതി വൈസ് പ്രസിഡന്റ് മൈത്രി വത്സൻ അധ്യക്ഷത വഹിച്ചു. സജീവൻ അടുക്കളത്തോട്ട നിർമ്മാണ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രസിഡന്റ് സേവ്യൻ പള്ളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമിതി രക്ഷാധികാരി താരനാഥൻ മാസ്റ്റർ ആശംസകൾ അർപ്പിച്ചു. സൗമ്യൻ നെടിയിരിപ്പിൽ, ബീന സനദൻ, ഹസീന ജമാൽ എന്നിവർ നേതൃത്വം നൽകി. വളരെ അഹോരാത്രം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ സൗമ്യനും താരമാഷും കൂടെ ഉള്ള പിന്തുണയും എല്ലാം കൂടെ നല്ല നിലയ്ക്ക് ഇത് പോകുന്നുണ്ട്. ഇനിയും ഈ സമിതി നല്ല നിലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ്. പലയിടത്തും ഇതുപോലുള്ള സമിതികൾ ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പല ചാരിറ്റി പ്രവർത്തനങ്ങളും പലതൊക്കെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ പറ്റിയ ആൾക്കാരൊക്കെയാണ് സേവനം കൂട്ടണൊക്കെ. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് നടപ്പിലാക്കുന്ന എഡ്യൂഫെസ്റ്റ് 2024 ഈ മാസം 14 ബുധനാഴ്ച നടത്തുമെന്ന് ഭാരവാഹികളായ പ്രിൻസിപ്പൽ OV സാജു, PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത്, എക്സിക്യൂട്ടീവ് അംഗം KS സജിൻ എന്നിവർ തൃപ്രയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഠന നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത LKG മുതൽ +2 വരെയുള്ള 1250 കുട്ടികളെ ആദരിക്കും. സ്കൂളിന്റെ 110ാമത് വാർഷികവും വിരമിക്കുന്ന അധ്യാപികമാരായ നീത, സീനത്ത്, ലീജ, ഷീജ എന്നിവർക്ക് യാത്രയയപ്പും നൽകും. രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവഹിക്കും. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷത വഹിക്കും. ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS മുഖ്യാതിഥിയാകും. SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ, നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏങ്ങണ്ടിയൂർ ആയിരംകണ്ണി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ മുന്നോടിയായി കൊടിയേറ്റ് നടത്തി. ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മാനേജിംഗ് ട്രസ്റ്റി വിദ്യാസാഗർ, രക്ഷാധികാരി ധർമ്മൻ കാതോട്ട്, പ്രസിഡന്റ് ഉത്തമൻ കാതോട്ട്, സെക്രട്ടറി വിശ്വംഭരൻ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 17 ആയിരംകണ്ണി പൂരമഹോത്സവം. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെയും ഐ ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 345ാമത് സെറ്റ് ഫസ്റ്റ് ക്യാമ്പ് നടത്തി. ബിന്ദു സുരേഷ് ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുത്ത 80 പേരിൽ 50 പേരെ നേത്രശസ്ത്രക്രിയയ്ക്കായി കൊണ്ടുപോയി. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ആന്റണി സേവ്യർ, സെക്രട്ടറി KK രാമചന്ദ്രൻ, ട്രഷറർ രൂപരേഖ രഘു പുളിക്കൽ, NM സുരേഷ്, മാധവ മേനോൻ, A ആന്റണി, സോജ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബും ഐ ഫൗണ്ടേഷനും സംയുക്തമായിട്ട് നടത്തുന്ന ഐ ക്യാമ്പ് 340ാമത്തെ ഐ ക്യാമ്പാണ്. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച ഐ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നത്. ഉച്ചവാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.